വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 23 75 മുതൽ 77 വരെയുള്ള സൂക്തങ്ങളാണ്. നമ്മുടെ കാരുണ്യത്താൽ അവർക്ക് ബാധിച്ച ദുരിതങ്ങൾ അകറ്റിക്കൊടുത്താലും അവർ ധിക്കാരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ്. ദുരിതങ്ങൾ ബാധിക്കുമ്പോൾ ഇവർ എളിമ കാട്ടുകയോ വണക്കത്തോടെ നമ്മോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. അവസാനം കൊടിയ പീഡനങ്ങളുടെ കവാടം അവർക്ക് നേരെ നാം തുറന്നിടുമ്പോൾ അവരത് അങ്ങേയറ്റം നിരാശരായി മാറുന്നു. ക്ലേശവും ദുരിതവും ബാധിക്കാത്ത മനുഷ്യരുണ്ടാകില്ല. എത്ര വലിയ സമ്പന്നനും ആരോഗ്യവാനുമാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളുമൊക്കെ ബാധിച്ചു വന്നിരിക്കും. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. മനുഷ്യരിൽ ദൈവബോധം ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെ അത്തരം ചില ചികിത്സാ രീതികൾ ദൈവം തന്നെ ആസൂത്രണം ചെയ്യുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ ദൈവബോധവും അതേപോലെ തന്നെ ദൈവഭക്തിയും ഒക്കെ പ്രകടിപ്പിച്ചു എന്നിരിക്കും. പക്ഷേ അത് താൽക്കാലികമാണ്. ആ ദുരിതവും ക്ലേശവും മാറിപ്പോകുന്നതോടുകൂടി ദൈവത്തെക്കുറിച്ചുള്ള ബോധവും ഭക്തിയുമൊക്കെ ഇല്ലാതാവും. ഈ വിശുദ്ധ ഖുർആനിൽ യൂനിസ് എന്ന അധ്യായത്തിൽ 12-ാം സൂക്തത്തിൽ പ്രകാരം പറയുന്നുണ്ട്, മനുഷ്യന് വല്ല ക്ലേശവും ദുരിതവും ബാധിച്ചാൽ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ ദുരിതം നാം അകറ്റിക്കൊടുത്താലോ അവനെ ബാധിച്ച ആ ദുരിതത്തിൻ്റെ പേരിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലായിരിക്കും അവൻ്റെ നടത്തം. നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ദൈവവിശ്വാസമില്ലാത്തവരിലുണ്ടാകുന്ന ഒരു സ്വഭാവമാണത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫറോവൻ ജനതയിൽ അവരുടെ ധിക്കാര ഫലമായി ദൈവം പലവിധ ദുരിതങ്ങളും വിപത്തുകളും ബാധിപ്പിച്ചപ്പോൾ അവർ പ്രവാചകൻ മൂസയോട് വന്നിട്ട് പറയും, ഈ ദുരിതങ്ങൾ അകറ്റിത്തരുവാൻ വേണ്ടി നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അത് മാറി കിട്ടിക്കഴിഞ്ഞാൽ അവർ പഴയ പോലെ തന്നെ അവരുടെ ആ ധിക്കാരത്തിലേക്കും അധാർമിക ജീവിതത്തിലേക്കും പിന്തിരിയുന്നു. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്നത് പോലെയാണ് പൊതുവെ മനുഷ്യരുടെ അവസ്ഥ. പ്രവാചകൻ ബിരിമീനയുടെ കാലത്ത് മക്കയിൽ ഭയങ്കര വരൾച്ചയും പട്ടിണിയൊക്കെ ബാധിച്ചപ്പോൾ അവരുടെ നേതാവ് അബൂ സുഫിയാൻ വന്നിട്ട് നബിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെയും നീയുമായുള്ള രക്തബന്ധത്തിൻ്റെയും പേരിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. അധികം താമസിയാതെ തന്നെ അവരുടെ ആ ദുരിതങ്ങളൊക്കെ മാറി. പക്ഷെ എന്നിട്ടും അവർ പഴയ ജീവിതത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. അപ്പോൾ ഇത്തരം ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന മനുഷ്യരോടായിട്ട് പറയുകയാണ്, അതായത് ദൈവം നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്തിക്കുന്ന മനസ്സൊക്കെ തന്നെ സൃഷ്ടിച്ച് നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതം നന്നാക്കി തീർക്കാനും വേണ്ടിയാണ്.